സർ, അധ്യയന വർഷമൊക്കെ ആരംഭിച്ച് ഇതാ ഒരു മാസം പിന്നിടാൻ പോവുകയാണ്. പക്ഷേ സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണം നമുക്കറിയാം. ശംഖു എന്ന് പറയുന്ന ഒരു കുഞ്ഞു മോൻ വന്ന് ബിരിയാണി തരാമോ എന്ന് ചോദിച്ചെടുത്ത് നിന്ന് തുടങ്ങിയതാണ് സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണം. അംഗനവാടി ഉൾപ്പെടെയുള്ള കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ സർക്കാർ വരുത്തിയ ഒരു ക്രമീകരണം. നമുക്ക് അവരുടെ മെനു കാണുമ്പോൾ അതിൽ പാല്, മുട്ട, ബിരിയാണി ഇത്തരം സംഗതികളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും നൽകി തുടങ്ങിയിട്ടില്ല. പല സ്കൂളുകളിലും എത്തിയിട്ടുമില്ല. കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകാൻ വേണ്ടി അധ്യാപകർ പാടുപെടുന്നു എന്നുള്ള തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ദിവസവും അധ്യാപകർക്ക് അനുവദിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത് വെറും 10 രൂപയാണ്. ഈ 10 രൂപ വെച്ചാണ് ഇവര് ഈ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ഉച്ചഭക്ഷണം നൽകേണ്ടത്. എന്തുകൊണ്ടാണ് സാർ ഇത്തരത്തിലൊരു അനാസ്ഥ? നമ്മളെ പ്രധാന അധ്യാപകരാണ് കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണം നൽകേണ്ടുന്ന ഒരു ചുമതലയുള്ളത്. 8, 9, 10 ക്ലാസ്സുകളിലായി ഹൈസ്കൂളിൽ പഠിക്കുന്ന എത്ര കുട്ടികളുണ്ടാവും ഓരോ സ്കൂളിലും? ഒരു സർക്കാർ നൽകുന്ന ഈ 10 രൂപ വെച്ച് എങ്ങനെയാണ് സാർ ഈ ഹെഡ് മിസ്ട്രസ് അല്ലെങ്കിൽ ഹെഡ് മാഷ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഇവർക്ക് ഈ ഉച്ചഭക്ഷണം നൽകി ഒപ്പിക്കേണ്ടത്? അത് 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഉച്ചഭക്ഷണ പദ്ധതി വരുന്നത്. കേന്ദ്ര പദ്ധതിയാണ്. കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്നത്. അപ്പൊ നീ ഇതൊന്നും ആദ്യം സൂചിപ്പിച്ചില്ലേ, പിന്നെ ശംഭു ഒരു സ്കൂളിലെ കുട്ടി, അവന്റെ ചെറിയ കുട്ടിയാണ്. അവൻ ബിരിയാണി ചോദിച്ചു. ബിരിയാണി ചോദിച്ച ഉടൻ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, പൂ ചോദിച്ച പൂക്കാലം അനുവദിക്കുമെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഉടൻ തന്നെ അതങ്ങ് പ്രഖ്യാപിച്ചു. സ്കൂളുകളിലെ ഉച്ചഭക്ഷണ മെനുവിനോടൊപ്പം തന്നെ ഇനിയും ബിരിയാണി കൊടുക്കുക. എന്തായാലും ആ കുഞ്ഞ് ചിക്കൻ ബിരിയാണി എന്നൊന്നും പറഞ്ഞില്ല. ഇപ്പൊ പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഉള്ള ഉച്ചഭക്ഷണ പദ്ധതി, അതാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ, ഇതൊരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ്, സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നുണ്ട്. നീതു സൂചിപ്പിച്ചു, ഒരു ശംഭു എന്നൊരു കുട്ടി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയോട് ആവശ്യപ്പെട്ടു, സാർ എല്ലാ ദിവസവും ഈ അവിയലും തോരനും അച്ചാറും ഒന്നും മാത്രം പോരാ, ഞങ്ങൾക്ക് ബിരിയാണിയും വേണം എന്ന് ആവശ്യപ്പെട്ടു. വളരെ ദയാലുവായ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എന്ത് ചെയ്തു? ഉടൻ തന്നെ അത് അനുവദിച്ചു കൊടുത്തു. ഇനിയും നമ്മുടെ സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണ പദ്ധതിക്കകത്തില് ബിരിയാണി കൂടെ ഉൾപ്പെടുത്താം. എന്തായാലും ശംഭു എന്നുള്ള കുട്ടി, അവൻ ഒരുപക്ഷെ സസ്യബുക്കായിരിക്കാം. അവനെ ആവശ്യപ്പെട്ടത് ചിക്കൻ ബിരിയാണിയോ ബീഫ് ബിരിയാണിയോ ഒന്നുമല്ല അവൻ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് രക്ഷപ്പെട്ടത് ഈ നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിലെയും എയ്ഡഡ് സ്കൂളുകളിലെയും അധ്യാപകരാണ്. അധ്യാപകരല്ല, അവർ തന്നെ പ്രധാന അധ്യാപകരാണ്. കാരണം അവർക്കാണ് ഇതിന്റെ ചുമതല. ഈ കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കേണ്ട പദ്ധതിയുടെ ചുമതല പ്രധാന അധ്യാപകർക്കാണ്. അങ്ങനെ മന്ത്രി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വേണം, പ്രധാന അധ്യാപകർ വേണം ഇതിന്റെ കാര്യങ്ങളെല്ലാം നോക്കാനും നടത്തിക്കാനും ഒക്കെ ആയിട്ട്. ഇതിനകത്തില് എന്ത് നഷ്ടം വന്നാലും അത് നിങ്ങളുടെ ശമ്പളത്തെ നിന്ന് പിടിച്ചിരിക്കും. നിങ്ങളാണ് ഉത്തരവാദി. നിങ്ങൾക്ക് പെൻഷനും ഗ്രാറ്റുവിറ്റിയും ഒക്കെ ഇതിന്റെ കാര്യത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. അത്തരം ഭീഷണി സ്വരത്തിലാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. ഒരുവിധപ്പെട്ട സാറന്മാര് ഇനിയിപ്പോ ഇങ്ങനെ ശംഭുവിന്റെ തീരുമാനങ്ങൾ പോലെ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ആവശ്യപ്പെട്ടു, നമ്മുടെ മന്ത്രി ഉടൻ തന്നെ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം പ്രഥമാധ്യാപകരൊക്കെ മിക്കവാറും VRS എടുക്കും. റിട്ടയർമെന്റ് നേരത്തെ തന്നെ വോളണ്ടറി എടുത്തിട്ട് സർവീസിൽ നിന്ന് പോകാനാണ് സാധ്യത. അത്ര വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ്. ഇപ്പൊ പ്രഥമാധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്രശ്നം, അവരുടെ തലവേദന ഇതാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു നോക്കാം. ഏതെങ്കിലും സ്കൂളിലെ സർക്കാർ എയ്ഡഡ് മേഖലയിലുള്ള പ്രഥമാധ്യാപകരെ നിങ്ങൾ വീട്ടിലേക്ക് വിളിച്ചു നോക്കുക. രാവിലെ വിളിക്കുക. രാവിലെ വിളിച്ചാൽ മിക്കവാറും ഒരു ഫോൺ എടുക്കത്തില്ല. ഫോൺ എടുക്കാത്തതിന്റെ കാരണം അവര് പിന്നീട് നമ്മൾ ചോദിക്കും, എന്താ ടീച്ചറെ വിളിച്ചല്ലോ, എന്താ ഫോൺ എടുക്കാന്ന് ചോദിച്ചാൽ അവര് പറയുന്നത്, അയ്യോ ഏതെങ്കിലും കടക്കാര് വിളിക്കുകയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പച്ചക്കറിയുടെ പൈസ ഒരുപാട് കൊടുക്കാനുണ്ട്, വെളിച്ചെണ്ണ മേടിച്ച പൈസ കൊടുക്കാനുണ്ട്, തേങ്ങ മേടിച്ച പൈസ കൊടുക്കാനുണ്ട്, മുട്ട മേടിച്ച പൈസ കൊടുക്കാനുണ്ട്, പാലുകാരന് പൈസ കൊടുക്കാനുണ്ട്. അങ്ങനെ കടത്തിന്റെ നടുക്ക് കടമാണ്. ഇതൊന്നും എന്റെ വീട്ടിലെ കടമല്ല. എന്റെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഞാൻ മേടിച്ചു കൊടുത്തതാണ്. അപ്പൊ അവരാണെന്ന് വിചാരിച്ചാണ് ഞാൻ ഫോൺ എടുക്കാത്തതെന്ന് പറയും. അപ്പൊ ഞാൻ നിങ്ങളെ ചിലരിങ്ങനെ ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഭർത്താവ്, ടീച്ചറുടെ ഭർത്താവോ മറ്റോ വീട്ടിലില്ലേ, അദ്ദേഹം എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, അത് ഇവിടെ ഇല്ല, അദ്ദേഹം തൊട്ടപ്പുറത്തുള്ള വീട്ടിലാണ്. തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ നമ്മള് തെക്കൻ തിരുവിതാംകൂറിൽ ഓമ, അല്ലെങ്കിൽ കോട്ടയത്തിനപ്പുറത്ത് കപ്പളം, അല്ലെ കർമോസ്, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ഭക്ഷ്യ വിഭവമുണ്ട്. തോരൻ, നമ്മുടെ മലബാറിലാണ് ഉപ്പേരി എന്ന് പറയുന്നത്. അതുണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ്, ചെലവ് കുറഞ്ഞൊരു സാധനമാണ്, ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അത് പറിക്കാൻ പോയിരിക്കുക. അതെന്തിനാ ടീച്ചറെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കൊടുക്കണ്ടേ. പച്ചക്കറി ഇപ്പോഴത്തെ വിലയ്ക്ക് ഏതെങ്കിലും പച്ചക്കറി മേടിക്കാൻ പറ്റുമോ?
പിന്നെ നമുക്ക് ആശ്രയിക്കുന്ന ഒരേ ഒരു വസ്തു എന്ന് പറയുന്ന ഇതാണ്. അപ്പൊ അടുത്ത സ്കൂളിലെ സാറന്മാർ ആരെങ്കിലും രാവിലെ വരുന്നതിന് മുമ്പ് എന്റെ ഭർത്താവ് അപ്പുറത്തെ വീട്ടിൽ നിൽക്കുന്ന മരത്തെ അത് പറിക്കാൻ പോയിരിക്കുകയാണെന്ന് പറയും. മക്കൾ എന്ത് ചെയ്യുന്ന ചോദിച്ചാലും മക്കളെ അവരും പറഞ്ഞിരിക്കുകയാണ്, അവരും ഭക്ഷണം അന്വേഷിച്ച് പോയിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം, അമ്മയ്ക്ക് രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണം തേടി പോയിരിക്കുകയാണ്. വല്ല കുപ്പച്ചീര ഇങ്ങനൊക്കെ പറഞ്ഞില്ല, അത് കുറച്ച് പോഷകാംശം ഉള്ളതെന്നാണ് പറയുന്നത്, പക്ഷേ മണ്ണിലൊക്കെ ധാരാളമായിട്ട് വളരുന്നതാണ്. ഇതൊക്കെ പറിക്കാൻ പോയിരിക്കുകയാണെന്ന് പറയുന്നു. ഇത് തമാശ കഥയല്ല കേട്ടോ, തമാശ കഥയല്ല, അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ഈ കാര്യങ്ങൾ. നമ്മുടെ സർക്കാർ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വലിയ ബാധ്യതയാണ്, ഒരു വലിയ തലവേദനയാണ് ഈ അധ്യാപക സമൂഹത്തോട്. അവർക്ക് ഒരുപാട് സംഘടനയൊക്കെ ഉണ്ട്, ഒരുപാട് സംഘടനയുണ്ട്. KST എന്ന് പറയുന്നത് നമ്മുടെ വലിയ സംഘടനയാണ്, ഭരണപക്ഷാനുകൂല സംഘടനയാണ്. പക്ഷെ ഒരു സംഘടനക്കാരൻ പോലും ഈ വിഷമം കാണാൻ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഈ പ്രഥമാധ്യാപകരുടെ. ഒരു ദിവസം കുഞ്ഞുങ്ങൾക്ക് ഉച്ച ഭക്ഷണം കൊടുക്കുന്നതിന് അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. ഇപ്പോഴത്തെ മെനുവില്, പണ്ട് ആരെങ്കിലും ഒരു കഴിഞ്ഞ 2-3 വർഷം മുമ്പുള്ള മെനുവിനകത്തില് അരി കൊടുക്കും. അരി സപ്ലൈകോ വഴി പിന്നെ കുറഞ്ഞ നിരക്കില് ഗവൺമെന്റ് തന്നെ കൊടുക്കുന്നതാണ്. പക്ഷേ മറ്റു കാര്യങ്ങൾ, പച്ചക്കറി വേണ്ട, കൂട്ടാൻ വേണ്ട. ഇപ്പോഴാണെങ്കിൽ 2 കൂട്ടാനാണ്, ഒരു ഒഴിച്ചുകറിയും അതേപോലെ തോരനോ അവിയലോ പോലുള്ള എന്തെങ്കിലും ഒരു കൂട്ടാനും ഒരു അച്ചാറും. ഇതാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള പിന്നെ ഭക്ഷണത്തിന്റെ ഒരു ക്രമം, അടിസ്ഥാനം ഇതാണ്. അതിന് പുറമെ ആഴ്ചയിൽ ഒരു മുട്ട വീതം കൊടുക്കണം, ഒരു മുട്ട വീതം ആഴ്ചയിൽ കൊടുക്കണം. മുട്ടയുടെ വില നമുക്കറിയാമല്ലോ എത്ര വരുമെന്നുള്ളത്. പാല് കൊടുക്കണം, പാലും കൊടുക്കണം, ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് പാലും കൊടുക്കണം. ഇപ്പൊ അതിനൊക്കെ പുറമെയാണ് ബിരിയാണിയും കൊടുക്കണമെന്ന് പറഞ്ഞു. ഇതിനെല്ലാം കൂടെ സർക്കാർ കൊടുക്കുന്ന തുക എത്രയാണെന്ന് അറിയാമോ? അതാണ് ഏറ്റവും രസം. കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ 8 രൂപയായിരുന്നു, 8 രൂപ ചില്ലറ പൈസയായിരുന്നു അനുവദിച്ചോണ്ട്. ഒരു കുട്ടിക്ക് ഇത്രയൊക്കെ കൊടുക്കുന്നതിന് 8 രൂപ. ഇപ്പൊ ബിരിയാണിയോടെ വന്നതുകൊണ്ടായിരിക്കും അത് 1-1.5 രൂപ കൂട്ടി ഏതാണ്ട് 10 രൂപയ്ക്ക് അടുത്താണ് ആ തുക. ഒരു കുട്ടിക്ക് ഒരു സർക്കാർ അനുവദിക്കുന്ന തുക 10 രൂപയാണ്. ഈ 10 രൂപ കൊണ്ട് വേണം ഇതെല്ലാം കൊടുക്കാൻ. ഇതിന് പുറമെ പാചകം, ഇതൊക്കെ പാകം ചെയ്തെടുക്കണ്ടേ? പാകം ചെയ്തെടുക്കുകയും വേണം. ഒരു അരി മാത്രം ഇതെല്ലാം കിട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇതൊക്കെ പാകം ചെയ്തെടുക്കുന്നതായിട്ട് ഗ്യാസ് വേണം. ഗ്യാസിന് ഏതാണ്ട് 900 രൂപയൊക്കെ വിലയാണ്. ഒരു മാസം 2-3 കുറ്റി ഗ്യാസ് ഒക്കെ ഒരു സ്കൂളിൽ വേണ്ടി വരും. അതും ഈ ചെലവാണ്, അതും സാറന്മാരുടെ കയ്യിൽ നിന്നുള്ള ചെലവാണ്. അല്ലെങ്കിൽ അത് കണ്ടെത്തിക്കണമെന്നാണ് പറയുന്നത്. ഈ അനുവദിക്കുന്ന തുകയുണ്ടെന്നിരിക്കട്ടെ, ഇവരെല്ലാം കടം പറഞ്ഞാണ് മേടിക്കുന്നത്. ഇപ്പൊ ഈ കിറ്റ് സമ്പ്രദായമൊക്കെ പച്ചക്കറി കടയിൽ ഉള്ളത് കൊണ്ട് കുറെ സാറുമാരൊക്കെ അങ്ങനെ രക്ഷപ്പെടുന്നുണ്ട്. അവിടെ ചെന്ന് കടക്കാരന്റെ കൈയും കാലും ഒക്കെ പിടിച്ച് ഇപ്പൊ 100 രൂപ, 150 രൂപ, 200 രൂപ, 250 രൂപയുടെ എന്നൊക്കെ പറഞ്ഞ് വലിയ കിറ്റൊക്കെ മേടിച്ചുകൊണ്ട് വരും. അതിനകത്ത് നിന്ന് കുറച്ച് നല്ലത് കാണും, ചീത്തയൊക്കെ കാണും. എല്ലാം കൂടെ ഒക്കെ എടുത്തിട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ, അവർക്ക് അപകടമൊന്നും ഉണ്ടാകാത്ത രീതിയിൽ, വലിയ പച്ചക്കറി ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെയൊക്കെയാണ് കുറെ പേരൊക്കെ തട്ടിമുട്ടിയൊക്കെ പോകുന്നത്. പക്ഷെ ഇനിയിപ്പോ തേങ്ങാവില എന്ത് ചെയ്യും? എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ കേരളത്തിൽ മധ്യതിരുവിതാംകൂറിൽ തോരൻ എന്ന് പറയുന്ന വസ്തു, അതിന് തേങ്ങ ചേരേണ്ടതാണ്. മലബാറിലൊക്കെ അതിന് ഉപ്പേരി എന്നാണ് വിളിക്കുന്നത്. ഇനി കുഞ്ഞുങ്ങളുടെ മെനുവിനകത്ത് അതുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതിന് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ അവിയല് ഈ പറഞ്ഞ പോലെ എണ്ണ വേണം, തേങ്ങ വേണം, ഒരുപാട് വസ്തുക്കൾ ചേർക്കേണ്ടതാണ്. എന്താണ് ഇവരുടെ ലോജിക്ക് എന്ന് മനസ്സിലാകുന്നില്ല. നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യുക. കുഞ്ഞുങ്ങളുടെ കാര്യമാണ്. നമുക്ക് ഇത്തരത്തിൽ ഉച്ചഭക്ഷണം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ പണ്ടത്തെ കാലങ്ങളിൽ. ഒന്ന് ആലോചിച്ച് നോക്കി. അമേരിക്ക തന്നിരുന്നു. അമേരിക്ക എന്ന് വന്നിരുന്ന ഗോതമ്പും അവരുടെ പാലും ഉണ്ടായിരുന്നു. എന്റെയൊക്കെയുള്ള പ്രായമുള്ള തലമുറയ്ക്കൊക്കെ അതിന് ഓർമ്മയുണ്ട്. അവരുടെ ഒന്നാന്തരം കൊഴുത്ത ഒന്നാന്തരം പാലും ഒന്നാന്തരം ഗോതമ്പുമായിരുന്നു. അവരുടെ ഒന്നാന്തരം ഗോതമ്പുമായിരുന്നു. എല്ലാ കുട്ടികളും കിട്ടുമായിരുന്നു. അന്നും പാവപ്പെട്ട കുട്ടികൾക്ക് എന്നൊക്കെ പറയുന്നെങ്കിലും അന്ന് ഒരുപാട്, ഇന്നത്തെ പോലല്ല, ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പോഴത്തെ ഇരട്ടി കുട്ടികളാണ് അന്ന് സ്കൂളുകളിൽ പഠിക്കുന്നത്. എല്ലാവർക്കും കിട്ടുമായിരുന്നു. വളരെ രുചികരമായ ഭക്ഷണമായിരുന്നു അത്. എല്ലാ കുട്ടികൾക്കും വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ അവിടെ സംഭവിച്ചു വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ അമേരിക്ക ഗോതമ്പിൽ നിന്നാണ് പെട്രോളും മറ്റു വസ്തുക്കളും ഒക്കെ ഉത്പാദിപ്പിക്കുന്നത്. കാരണം കാർബണിന്റെ അതിപ്രസരം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ മറ്റേ ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഗോതമ്പ് അവർക്ക് സമൃദ്ധമായിട്ടുണ്ട്. ഇപ്പോഴും ഗോതമ്പ് അവർക്ക് സമൃദ്ധമായിട്ടുണ്ട്. അതിൽ നിന്നാണ് അവരിപ്പോ പെട്രോളിന്റെ ഒരു ഉൽപ്പന്നമായിട്ട് അതിനെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അമേരിക്കൻ ഗോതമ്പൊന്നും നമുക്ക് കിട്ടുന്നില്ല. അതുപോലെ അമേരിക്കൻ എന്നൊക്കെ മേടിക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊന്നും ഇനിയിപ്പം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ആയിട്ടുമില്ല. അതിന്റെ ഒരു അവസ്ഥയിലേക്കല്ല ഇപ്പൊ നമ്മുടെ രാജ്യം. നമ്മളും നല്ല പുരോഗതി പോകുന്ന രാജ്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള വ്യവസ്ഥകളുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ തമിഴ്നാടിനെ നോക്കൂ, നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടിനെ നോക്കൂ. അവർക്ക് രാഷ്ട്രീയപരമായിട്ട് നമ്മൾ എന്തെല്ലാം കുറ്റങ്ങളൊക്കെ പറഞ്ഞാലും ശരി, അവര് അഴിമതിക്കാരാണെന്നൊക്കെ പറഞ്ഞുള്ള ആരോപണങ്ങളൊക്കെ ധാരാളം വരുന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങളുടെ ഉച്ചഭക്ഷണ പദ്ധതി കാര്യത്തിൽ
അത് പിന്നെ അവരുടെ വളരെ പ്രമുഖനായ പിന്നെ MGR, കരുണാനിധി, ജയലളിത അവരൊക്കെ തുടങ്ങി വെച്ചൊരു പദ്ധതിയാണത്. കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം സൗജന്യ നിരക്കിൽ കൊടുക്കണമെന്നുള്ളത് എത്ര ഗംഭീരമായിട്ട് ഇപ്പോഴും നടപ്പാകുന്നുണ്ട്. സ്റ്റാലിൻ സർക്കാരും നടപ്പാക്കുന്നുണ്ട്. ഇവിടെ നേരെ തിരിച്ചാണ് പറയുന്നത്. ഇതെല്ലാം കൊടുക്കുക, ചിക്കൻ ബിരിയാണിയോ മട്ടൻ ബിരിയാണിയോ എന്താണ് കുഞ്ഞുങ്ങൾ ചോദിക്കുന്നത് എല്ലാം കൊടുക്കുക. പക്ഷെ ഞങ്ങളുടെ തരാൻ പൈസ ഇല്ല, ഞങ്ങൾക്ക് പൈസ ഇല്ല. ഇപ്പൊ ആശാവർക്കർമാരോടും മറ്റേ മറിയക്കുട്ടി അമ്മയോടും ഒക്കെ പറയുന്ന പോലുള്ള ഭാഷയാണ് പറയുന്നത്. ഞങ്ങളുടെ പൈസ ഇല്ല. പിന്നെ അധ്യാപകരോടെ വിരട്ടാമല്ലോ, സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നതുകൊണ്ട് അവരെ വിരട്ടാം. അവരോട് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളൊരു കാര്യം ചെയ്യേ, പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും ഒക്കെ യാചിച്ചു ഇറങ്ങിക്കോളുക. അവരോട് ഞങ്ങൾ ചോദിക്കുക. PTA ഉണ്ടല്ലോ സ്കൂളുകളിൽ, PTA-കാരോട് ചോദിക്കുക, കുറച്ച് പൈസ തരാൻ പറയുക. അല്ലെന്നുണ്ടെങ്കിൽ നാട്ടിലൊക്കെ ഉള്ള പൈസ ഉള്ള ആളുകളുണ്ട്, അവരോട് ചോദിക്കുക. അല്ലെങ്കിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കുക. അതാണല്ലോ ഇപ്പൊ ഏറ്റവും നല്ലൊരു മാർഗം. പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കിയിട്ട് അവരോട് പിരിക്കുക. അങ്ങനെ പിരിവെടുക്കുക. നാട്ടുകാരോടെ ഈ അധ്യാപകർക്ക് ഇപ്പൊ പ്രധാനപ്പെട്ട പണി ഇതൊന്നും അല്ല കേട്ടോ. പഠിപ്പിക്കലും ഒക്കെ പോയി ഉച്ചയ്ക്ക് 2 മണി വരെ അതായത് കുഞ്ഞുങ്ങൾ ആഹാരം കഴിച്ച് തീരുന്നത് വരെ, എനിക്ക് തോന്നുന്നത് എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ഒരുവിധപ്പെട്ട സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ടീച്ചർമാര്, പ്രത്യേകിച്ച് ഹെഡ്മിസ്ട്രസ്മാര്, അവർക്ക് മറ്റു ഒരു ജോലി ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ്. അവരിതിന്റെ പുറയിലാണ്. കുഞ്ഞുങ്ങൾ കഴിച്ച് തിരിച്ച് ക്ലാസ്സിൽ എത്തുന്നത് വരെ ഇതിന്റെ പുറയില്ല. അതിനുശേഷമേ സ്കൂളിലെ അച്ചടക്കം, സ്കൂളിന്റെ മറ്റു കാര്യങ്ങൾ, പാഠ്യേതര പദ്ധതികൾക്കൊക്കെ ശ്രദ്ധിക്കാൻ അവർക്ക് സമയം കിട്ടുന്നുള്ളൂ. എന്തിനാണ് ഇവരെ കഷ്ടപ്പെടുത്തുന്നത്? എന്തിനാണ് സർക്കാർ കഷ്ടപ്പെടുത്തുന്നത്? ഒന്നുകിൽ ഇത് മാന്യമായിട്ട് നടത്ത്. ഒന്നുകിൽ കുഞ്ഞുങ്ങളുടെ തുകയിൽ ഒരു 10 രൂപയുടെ കൂടുതൽ കൊടുക്കുക, 15 രൂപയുടെ കൂടുതൽ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്തെല്ലാം കാര്യത്തില് ആർക്കെല്ലാം അലവൻസ് വാരിക്കോരിയിട്ട് കൊടുക്കുന്നു. ഒരേ തവണ ഒരേ മന്ത്രിസഭയുടെ കാലത്ത് 2 പേഴ്സണൽ സ്റ്റാഫിനെ ഉൾപ്പെടുത്തിയിട്ട് അവർക്കൊക്കെ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആർക്കെല്ലാം വാരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തില് നമ്മുടെ വളർന്നു വരുന്ന തലമുറയാണ്. അവര് പോഷക സമൃദ്ധമായിട്ടുള്ള എന്തെങ്കിലും അത്യാവശ്യം നല്ല ആഹാരം കഴിച്ച് വളരട്ടെ. അതിനു വേണ്ടിയിട്ടെങ്കിലും ഒരു 10 രൂപയോ 15 രൂപയുടെ കൂട്ടിക്കൊടുത്ത് ഈ അധ്യാപകരെ ഈ പറയുന്ന ഊരാക്കുടുക്കിൽ നിന്ന് മോചിപ്പിക്കണമെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്.